ഇവരെ BJP പറയുന്ന 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇത്ര ധൈര്യശാലിയായ വിശ്വഗുരു എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണെന്നുള്ളതാണ്. പ്രതിഷേധക്കാർക്ക് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പുകൾ രേഖാമൂലം നൽകേണ്ട സമയം കഴിഞ്ഞു, ഇതുവരെയും നൽകിയിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ഒഴിവുകളായി ഇപ്പോൾ സർക്കാർ പറയുന്നത്. അല്ല, ഈ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുക എന്നുള്ളൊരു സാധാരണ നാട്ടിൻപുറത്തുള്ളൊരു ചൊല്ലാണ്. അപ്പം എന്താണ് എല്ലാവരും പറയുന്നത്, ഇവരെ BJP പറയുന്ന 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇത്ര ധൈര്യശാലിയായ വിശ്വഗുരു എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണെന്നുള്ളതാണ്. അപ്പോൾ അത്രയും വീക്കായിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് അവരുടെ രീതി. ഒരു പ്രതിഷേധം വരുമ്പോൾ ആ പ്രതിഷേധത്തെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ ഒന്നടങ്കം പൊളിച്ചെഴുത്ത് മേഖലയാകെ ഒന്നടങ്കം പൊളിച്ചെഴുത്ത് നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പേപ്പർ ലീക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കും. ഞാൻ പറയട്ടെ, സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ്, ആരാണ് അതിനെ അഡ്രസ്സ് ചെയ്യുക? അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അങ്ങേയറ്റം തകർന്നടിഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കണമെങ്കിൽ അതിനെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പെട്ടെന്നൊരു ബില്ല് കൊണ്ടുവരുന്നു, ഒരു നിയമം കൊണ്ടുവരുന്നു, അത് ശാക്തീകരിക്കുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. പണിഷ്മെൻറ്റിലാണ് വിശ്വസിക്കുന്നവരാണ് ഫാസിസ്റ്റുകൾ. അതുകൊണ്ട് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് കൂടുതൽ പണിഷ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ അപമാനിക്കാം എന്നുള്ള ഒരു മനോഭാവമാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഉറപ്പ് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും ആ ഉറപ്പ് പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. നാളെ വീണ്ടും ജന്തർ മന്ദിറിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കാൻ സർക്കാർ നിർബന്ധിതമാക്കുകയാണ്. അല്ല, സർക്കാരിന് അതായിരിക്കും മറ്റ് പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് നടക്കണം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇത്രയും ദിവസം ഈ 6-ാം തീയതി മുതൽ തുടങ്ങിയ ഈ സമരം, ഇതിനിടയിൽ 20-ാം തീയതിക്ക് ഉള്ളിൽ ഒരു തവണ പോലും അവരുമായി ഒന്ന് കൂടിയാലോചനകൾ തയ്യാറായിട്ടില്ലെന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഫാസിസ്റ്റ് BJP മോഡി ഭരണകൂടം ശ്രമിക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്.